എന്താ മോളെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? എന്തോ ഇമോഷണൽ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ എനിക്ക് എന്റെ ലൈഫിലുണ്ടായത് ശേഷം എനിക്ക് ചില കാര്യങ്ങളൊക്കെ കമന്റ്സ് ഒക്കെ ഒഴിവാക്കേണ്ടി വന്നില്ല. ശരിക്കും ജീവിതത്തിൽ റൊമാൻറ്റിക് ആണോ ആള്? ഷെഫി നല്ല റൊമാൻറ്റിക്കാ. എനിക്ക് തീരെ ഇഷ്ടല്ല റൊമാൻറ്റിക്. ഞാൻ റൊമാൻറ്റിക് അല്ലാനോ. നിങ്ങക്ക് അതിലൊരു കുഞ്ഞുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു അല്ലേ? ഐഷുനെ പറ്റി എന്താ പറയാനുള്ളത്? ആണ് കുഞ്ഞു യൂട്യൂബറായി മാറി. എന്താ മോളെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മോളെ ഇപ്പൊ അടിപൊളിയാണ്. ആണ്. ആൾക്ക് എത്ര വയസ്സുണ്ട്? 2.5 വയസ്സുണ്ട് ആവുകയാണ്. അപ്പൊ ഒരു ഫാമിലി പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട്. എന്തോ ഇമോഷണൽ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടല് 3 കുട്ടികളുണ്ട്. അതാ സംഭവം. ഉണ്ട്. ഓക്കെ. ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളതൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഒരു ഫാമിലി എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഹാപ്പി ആയിട്ടിരിക്കുക, മുന്നോട്ട് പോവാ. ഒരു പേടി വേണ്ട. അപ്പൊ ഷെഫിക്കാണ് ധൈര്യം കൊടുക്കേണ്ടത് കേട്ടോ. എന്തൊക്കെയോ അപ്പോ ഇനി ഫ്യൂച്ചറിലേക്ക് വന്നു കഴിയുമ്പോ ഈ യൂട്യൂബായിട്ട് തന്നെ പോകാനാണോ? ശരിക്കും നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ? ഇപ്പോ ചെറിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബിസിനസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് ശരിക്കും? അത് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പോ ഇത്തവണ ഫാമിലിയിലോട്ട് വരുമ്പോ സിസ്റ്ററുമായിട്ട് എങ്ങനെയാണ്? എല്ലാരുമായിട്ട് നല്ലോണം ആയിട്ട് ആണ്. അപ്പൊ എതിർപ്പ് വെച്ച സമയത്ത് ഒരു ഫാമിലിന്ന് എതിർപ്പ് എന്ന് പറഞ്ഞ അധികം എതിർപ്പല്ല പറഞ്ഞോണ്ട് തന്നെ. കാരണം ഷെഫിനെ അത്യാവശ്യം അറിയുന്നതാണ്. ഇപ്പൊ ഷെഫി നല്ലൊരാളാണ്, വേറെ കച്ചറയും കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊക്കെ ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഓന്റെ ലൈഫും ഓർക്ക് അങ്ങനെ ആയി പോവോന്നുള്ള ഒരു ഏജുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോ സ്നേഹം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ അങ്ങനെ തന്നെ. അല്ലാണ്ട് ദേഷ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നല്ലൊരു മനസ്സുള്ള മനുഷ്യരല്ലേ? ഇതിന്റെ അടിയിൽ എന്തൊക്കെയായിരിക്കും കമന്റ്? നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു അറിയിപ്പിച്ചൊന്ന് വായനിട്ട് ടീം വരുമായിരിക്കും കേട്ടോ. അല്ല, ഒരു പ്രശ്നമല്ല. ഹാപ്പിയാണ് എപ്പോഴും. അപ്പം ശരിക്കും ഒരു ബാഡ് കമന്റ്സിനെ എല്ലാം റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പൊ ശരിക്കും അതൊന്നും നെവർ മൈൻഡുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മീൻസ് ഹൈഡ് ചെയ്യുന്ന ഒരു കമന്റ്സോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങള്? ഇല്ലല്ല, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഷെഫിക്ക പറയും. മറച്ചു വെക്കേണ്ട എന്തെങ്കിലും? അതെ, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക, കമന്റ്സ് ആണ് ഉദ്ദേശിച്ചത്. ഷെഫിക്ക കമന്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എന്റെ ലൈഫിലുണ്ടായത് ശേഷം എനിക്ക് ചില കാര്യങ്ങളൊക്കെ കമന്റ്സ് ഒക്കെ ഒഴിവാക്കേണ്ടി വന്നില്ല. ഷിമി എന്ത് കമന്റ്? എനിക്ക് അറിയില്ല. ഇല്ലേ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ കമന്റ്സിനെല്ലാം നിങ്ങൾക്ക് ഒരു മറുപടി പറയണമെന്നുണ്ട്. എന്നാ നിങ്ങൾ എന്തായിരിക്കും പറയാ? മറുപടി പറഞ്ഞില്ലേ, നമ്മളെ ലൈഫ് സ്റ്റോറി ചെയ്യണം എന്ന് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെറുതായിട്ട് ചെയ്ത് കാണിക്കാന്ന് തന്നെ വിചാരിച്ചു. ഈ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടുന്ന ഒരു കമന്റ് കണ്ടാണ്, ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ജീവിതത്തിൽ എങ്ങനെ ഉണ്ടോ? ശരിക്കും ജീവിതത്തിൽ റൊമാൻറ്റിക് ആണോ ആള്? ഷെഫി നല്ല റൊമാൻറ്റിക്കാ. എന്താ പറയാനുള്ളത്? ഈ റൊമാൻറ്റിക് വീഡിയോ വെച്ച് പിടിക്കാനുള്ള കണ്ടില്ല, സാമ്പിളാണ്. ഇത് മതി, ഇതിലധികം വേണ്ട. അല്ല, ഈ റൊമാൻറ്റിക് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ? ഇത് തന്നെ ട്രാക്കിൽ പോവാൻ? അതോ, നമ്മൾ ആദ്യം റൊമാൻറ്റിക് തീരെ ചെയ്യല്ലായിരുന്നു. അപ്പൊ കമന്റിൽ വന്ന് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവണം എന്നുള്ള കാര്യം അങ്ങനെ ചെയ്ത. ഷെഫിക്ക് കുറച്ച് റൊമാൻറ്റിക് ആവണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടോ? ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല എനിക്ക് തീരെ ഇഷ്ടമല്ല റൊമാൻറ്റിക്. ഞാൻ റൊമാൻറ്റിക് അല്ലാനും.